ഗൈസ് വീണ്ടും ഒരു വീക്കെൻഡ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ആഴ്ച തിയേറ്റർ ഭരിക്കാൻ വേണ്ടി പോകുന്ന സിനിമകളെക്കുറിച്ചും നിങ്ങൾക്ക് ഈ ആഴ്ച തിയേറ്ററിൽ പോയി കാണാൻ പറ്റാവുന്ന ബെസ്റ്റ് സിനിമ ഏതാണെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ ജിനു എൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ആഴ്ച കുറച്ച് അനേകം സിനിമകളാണ് തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായം നേടിയ സിനിമ സൂക്ഷ്മ ദർശനം എന്ന് പറയുന്ന സിനിമയാണ്. ഈ ആഴ്ച റിലീസായ സിനിമകളിൽ ഇന്നലെ രാവിലെ വരെ ചിത്രത്തിൻ്റെ ആദ്യ റിവ്യൂവും കാര്യങ്ങളെല്ലാം വരുന്നതിൻ്റെ മുന്നേ വരെ മണിക്കൂറിൽ 1000-ഓളം ടിക്കറ്റ്സുകൾ മാത്രമാണ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ സോൾഡ് ഔട്ട് ആയിരുന്നത്. എന്നാൽ ചിത്രത്തിന് നല്ലൊരു പോസിറ്റീവ് റിപ്പോർട്ട് കണ്ട ആളുകൾ എല്ലാവരും പറഞ്ഞതോടുകൂടെ ഇപ്പോൾ ഈ ഒരു സമയത്ത് 7500-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം ഈ ഒരു സമയത്ത് സോൾഡ് ഔട്ട് ആവുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സിനിമയുടെ റേഞ്ച് എന്താണെന്ന്. വേറെ ലെവലിലേക്കാണ് ആ ഒരു സിനിമ എത്തുന്നത്. നവംബർ മാസത്തിൽ ഒരു വലിയ വിജയമൊന്നും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ സംഭവിച്ചിട്ടില്ല. എന്നാൽ അതിൻ്റെ മുടക്ക് മുതൽ ഈ ഒരു നവംബർ മാസത്തിൽ അവസാനത്തിൽ സൂക്ഷ്മദർശിനി തിരിച്ചു പിടിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. തിയേറ്റർ ഉടമകൾക്ക് ഒരു ആശ്വാസമായി മാറിയിരിക്കുകയാണ് നസ്രിയ ബേസിൽ ജോസഫ് കൂട്ടുകെട്ടിൽ എത്തിയ ഈ ഒരു സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ. ഇന്നലെ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് എല്ലാവരും, ഞാൻ അടക്കമുള്ളവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഒരു 2 CR ടച്ച് ചെയ്യുമെന്ന്. എന്നാൽ അത്രത്തോളം എത്തിയിട്ടില്ല. 160, 170 റേഞ്ചിലേക്കാണ് ചിത്രത്തിന്റെ ആദ്യ ദിന കേരള കളക്ഷൻ മാത്രം എത്തപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു വീക്കെൻഡോട് കൂടെ മികച്ച രീതിയിലുള്ള ഒരു ഹെവി കളക്ഷൻ തന്നെയാണ് വേൾഡ് വൈഡ് നിന്ന് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന നസ്രിയ ബേസിൽ ജോസഫ് ടീമിന്റെ ഈ ഒരു ചിത്രം നേടാൻ വേണ്ടി പോകുന്നത്. വളരെ വലിയ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയതിനാൽ കുടുംബ പ്രേക്ഷകരുടെ ഒരു കുത്തേക്ക് തന്നെയായിരിക്കും ഈ ഒരു സിനിമയ്ക്ക് ഈ ഒരു വീക്കെൻഡിൽ ഞാൻ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് പറയുന്നത്. ഈ സിനിമ തന്നെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ 4ാമത്തെ ആഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. 24ാമത്തെ ദിവസത്തിലൂടെ ഇന്ന് കടന്നു പോകുമ്പോഴും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഈ ഒരു സിനിമയ്ക്ക് ഇന്നും ശനിയാഴ്ച കാണാൻ വേണ്ടി സാധിച്ചു. മണിക്കൂറിൽ 2000-ന്റെ അടുത്ത ടിക്കറ്റ്സുകളാണ് ഈ ഒരു സമയത്ത് 11:45 സമയത്ത് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആവുന്നത്. ഓർക്കുക, ഇത് ചിത്രത്തിന്റെ ആദ്യ വീക്കെൻഡ് അല്ല, ചിത്രത്തിന്റെ 4ാമത്തെ ആഴ്ചയിലുള്ള ഗംഭീരമായിട്ടുള്ള ബുക്കിംഗ് സ്റ്റാറ്റസ് ആണ് ചിത്രത്തിൻ്റെത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ കങ്കുവ എന്ന ചിത്രത്തിന്റെ മണിക്കൂറിൽ 1000-ഓളം ടിക്കറ്റ്സ് പോലും ബുക്ക് മൈ ഷോ ആപ്പിലൂടെ സോൾഡ് ഔട്ട് ആവാതെ ട്രെൻഡിങ്ങിലേക്ക് എത്തപ്പെടാൻ ഈ ഒരു മണിക്കൂറിൽ സാധിച്ചിട്ടില്ല. ഓർക്കുക, ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ അതിന്റെ 24ാമത്തെ ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ സൂര്യയുടെ കങ്കുവ എന്ന് പറയുന്ന സിനിമ 10ാം നാളിൽ അത്രയും വലിയ പാൻ ഇന്ത്യൻ മൂവി ആയിട്ട് 5 ലാംഗ്വേജിൽ തിയേറ്ററിലെത്തിയിട്ട് ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നിട്ട് പോലും മണിക്കൂറിൽ 1000 ടച്ച് ചെയ്യാൻ ചിത്രത്തിന് സാധിച്ചിട്ടില്ല. വമ്പൻ ദുരന്തം സ്റ്റാറ്റസിലേക്കാണ് ഈ ഒരു ചിത്രം കടന്നു പോകുന്നത്. പ്രൊഡ്യൂസേഴ്സിന് വമ്പൻ സാമ്പത്തിക നഷ്ടം ഈ ഒരു സിനിമ സമ്മാനിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഈ ആഴ്ച കേരള ബോക്സ് ഓഫീസ് ഭരിക്കാൻ വേണ്ടി പോകുന്നത് സൂക്ഷ്മദർശിനിയും അതോടൊപ്പം തന്നെ ലക്കി ഭാസ്കർ എന്ന ചിത്രവുമാണെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. മറ്റൊരു ചിത്രത്തിനും ഹെവി പോസിറ്റീവ് റിപ്പോർട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. 4ാമത്തെ ആഴ്ചയിലും DQവിന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രം 125-ഓളം സ്ക്രീനിലാണ് പ്രദർശിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ആഴ്ചകൾക്ക് മുന്നേ റിലീസായ പണി എന്ന് പറയുന്ന ചിത്രവും കുറച്ച് ഏരിയയിലെല്ലാം കളിക്കുന്നുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ മുറ എന്ന് പറയുന്ന മറ്റൊരു സിനിമ കൂടെ ഉണ്ട്. 3 ആഴ്ച മുന്നേ റിലീസായ ആ ഒരു സിനിമ നല്ല റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ ആ ഒരു സിനിമക്ക് സാധിച്ചിട്ടില്ല. അതും നല്ല സിനിമയാണ്. സിനിമ കാണാത്തവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് കാണാൻ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ ഈ ആഴ്ചയിലെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഞാൻ പറയുന്നത് സൂക്ഷ്മദർശിനിയും അതോടൊപ്പം തന്നെ DQവിന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റൂ. മികച്ച സിനിമയായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമകൾ ഇന്നും ബുക്ക് മൈ ഷോ ആപ്പിൽ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്കി ഭാസ്കർ വേൾഡ് വൈഡ് കളക്ഷനിൽ 110-ഓളം കോടിയിലേക്ക് എത്തി നിൽക്കുന്നു.